പ്രിയമുള്ളവരെ, എൻ്റെ ചെറുകുത്തിയിലെ പ്രിയപ്പെട്ട എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവരാവകാശം വച്ചിരുന്നു. അതിൽ സ്റ്റാമ്പിക്കൽ പത്മനാഭൻ നായർ അദ്ദേഹത്തിൻ്റെ 2 നില ഓടിട്ട വീടും 35.4 സെൻറ്റ് സ്ഥലവും, ഒപ്പം തന്നെ ചെമ്പ് പാത്രം, പിത്തള പാത്രം തുടങ്ങിയ ഇഷ്ടം പോലെ പാത്രങ്ങൾ, മാവ്, പ്ലാവ് തുടങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഉണ്ടായിരുന്ന ഈ പറമ്പാണ് അദ്ദേഹം അതിൻ്റെ പഞ്ചായത്തിന് മരണപത്രമായിട്ട് കൊടുത്തത്. എത്ര സെൻറ്റ് സ്ഥലം? 35.4 സെൻറ്റ് സ്ഥലം, 2 നില ഓടിട്ട വീട്, ഇഷ്ടംപോലെ പാത്രം, ഇതെല്ലാം ചേർന്ന ഒരു വലിയൊരു വീടും സ്ഥലമാണ് അദ്ദേഹം 3 സെൻറ്റ് വീതം സാധാരണക്കാർക്ക് വീട് വയ്ക്കുന്നതിനായിട്ട് മരണപത്രമായി പഞ്ചായത്തിന് കൊടുത്തത്. അപ്പോൾ ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ എനിക്ക് തന്ന മറുപടി അതിവിചിത്രമായ മറുപടിയാണ് തന്നത് സുഹൃത്തുക്കളെ. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതിലെ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയത്. ഒരുവിധ നടപടിക്രമവും പാലിക്കാതെയാണ് മുറിച്ചു കൊണ്ടുപോയത്. അതിൽ പറഞ്ഞിരിക്കുന്ന ന്യായം എന്ന് പറയുന്നത്, അങ്ങനെ ടെൻഡർ വയ്ക്കുകയോ ലേലം കൊള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 സെൻറ്റ് വീതം സാധാരണക്കാർക്ക് കൊടുക്കാൻ നേരം വൈകും. ആ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ആരോടും ചോദിക്കാതെ എൻ്റെ ഇഷ്ടപ്രകാരം അവിടെ ഉണ്ടായിരുന്ന 2 നില വീടും അതിലെ മാവ്, പ്ലാവ്, തെങ്ങ് തുടങ്ങിയ കംപ്ലീറ്റ് മരങ്ങളും മുറിച്ചു കൊണ്ടുപോയത് എന്നാണ് അദ്ദേഹം പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്ന മറുപടി. അപ്പോൾ പഞ്ചായത്ത് എന്ത് ചെയ്തു? ഇദ്ദേഹം പറഞ്ഞത് പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞു സുഹൃത്തുക്കളെ. ഈ 2 നില വീട്, ഇഷ്ടംപോലെ ഓട്, അതിൽ വലിയ വലിയ മരം, ആ വീട്ടിലെ മരങ്ങൾ എല്ലാം കൂടി എടുത്ത് അദ്ദേഹം എന്തിന് ചെലവഴിച്ചു എന്നാണ് പഞ്ചായത്തിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാ ഈ കാണുന്ന പാമ്പുംകാവ്, ഇതാ ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്ന് പറയുന്ന ഈ പാമ്പുംകാവ് നിങ്ങളെല്ലാവരും നോക്കുക. ഈ പാമ്പുംകാവ് പണിയാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് രേഖ കൊടുത്തത്. അപ്പോൾ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന മറുപടി എന്താ വെച്ചാൽ, 16 അംഗ കമ്മിറ്റിയും സെക്രട്ടറിയും എല്ലാവരും കൂടി കൊടുത്തിരിക്കുന്ന മറുപടി നിങ്ങൾ ആലോചിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, ഒരു കിണർ മൂടിയിട്ട് കാണാം. എന്താ പറഞ്ഞു വെച്ചാൽ, അതിൽ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ടായിരുന്നത്. 1-2 പാഴ്മരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുറിച്ച് അവിടെ തന്നെ ഇട്ടിരിക്കുന്നു. ആ നിലം വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. 10-16 റുപ്യ അതിന് ചിലവായി എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പറയുന്ന ഏതൊരു വിചിത്രമായ കാര്യം നോക്കിക്കൊള്ളുക. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പഞ്ചായത്തിൻ്റെ അനുമതി കൂടാതെ പഞ്ചായത്തിന് കൊടുത്ത മരണപത്രത്തിലൂടെ കൊടുത്ത സ്ഥലം ഒറ്റയ്ക്ക് വിൽക്കാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അനുവാദമില്ല എന്നിരിക്കെ എങ്ങനെ ചെയ്തു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ലക്ഷക്കണക്കിന് രൂപ മരം അതിന് മുറിച്ചു കൊണ്ടുപോയി. അതൊന്നും പഞ്ചായത്തിന് യാതൊരു പ്രശ്നമല്ല. ഈ സ്ഥലം നോക്കുക, ആകെ കാടി പിടിച്ച് കിടക്കുകയാണ്. ഇതുവരെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചുപോയി. ആ അമ്മ ഒറ്റയ്ക്കാണ്. ഇവിടെ കാട്ടുപന്നികളും എല്ലാം വന്ന് അവർക്ക് ഇരിക്കുക. പാമ്പ്, കാട്ടുപന്നി എല്ലാം ഇതിലുള്ളത്. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു അഴിമതി, നിസ്സാര അഴിമതിയല്ല അവിടെ നടന്നത്. വലിയ അഴിമതി. ലക്ഷക്കണക്കിന് കൂടെ മരങ്ങൾ മുറിച്ചുകൊണ്ട് വീട് ഇടിച്ചു നിരത്തി മരങ്ങളും എല്ലാം കൊണ്ട് ഈ സ്ഥലം പഞ്ചായത്ത് പറയുകയാണ് ഒരു കുഴപ്പമില്ല, പഞ്ചായത്തിന് 1 രൂപയുടെ നഷ്ടം പോലും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസും BJPയും ലീഗും എല്ലാവരും ഒരു സമരം നടത്തിയാലാണ് വേറെ ഒന്നും ഇതിലുണ്ടാവില്ല. നിങ്ങൾ നോക്കണം, എത്രയോ വലിയ സ്ഥലമാണ്, 35.4 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല. നിങ്ങൾ ആലോചിക്കണം, ഇത് നമ്മളെല്ലാവരും ഒന്നിക്കണം. ഈ അഴിമതി പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. 35.4 സെൻറ്റ് സ്ഥലം, 2 നില ഓടിട്ട 1-ാം തരം വീട്, അതിലുണ്ടായിരുന്ന ഓട്, മരം തൊട്ട് എല്ലാ സാധനവും കട്ടുകൊണ്ടുപോയി, തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അതിൻ്റെ ഒരു രേഖയും പഞ്ചായത്തിലില്ല. ഞാൻ വെച്ച വിവരാവകാശ പ്രകാരം എന്നോട് പറയുകയാണ്, അതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എത്ര ലക്ഷം രൂപ മരം മുറിച്ചു എന്ന് അറിയേണ്ട ആവശ്യമില്ല. ആരാണ് മുറിച്ച് എന്ന് അറിയേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട മിത്രങ്ങളെ, ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയരണം. ഒപ്പം തന്നെ നിയമ നടപടിയും അത്യാവശ്യമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു.